പെട്ടെന്ന് പണി തീർക്കാം. വെയിലിട്ട ഇത് സംഭവം എന്താണ്ടാവാൻ പോകുന്ന അറിയാം. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെയിലാണ്ട് പോയി മഴക്കാറാന്നുണ്ടെങ്കിൽ ഭൂമി തിരിച്ചിരിക്കുക. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 കൊല്ലമായി ഇത് തിരുമ്പിയിട്ട് നല്ല സ്മെല്ലാണ്. അത് നമ്മൾ എന്താ ചെയ്യാൻ പോണ്? ഇത് കഴുകി തോരട്ടിട്ട് റെഡിയാക്കണം. അപ്പോൾ ഇന്നത്തെ നല്ല ക്ലൈമറ്റ് ആട്ടോ, നല്ല വെയിൽ, നല്ല വെയിലുണ്ട്. ഒന്നാമത് നല്ലൊരു ഇത് ഇവിടെ കസാല വിരിച്ചിട്ടേ നമുക്ക് ഉണക്കാം. പെട്ടെന്ന് പരിപാടി തീർത്താൽ വേഗം ഉണങ്ങി കിട്ടും, അല്ലെങ്കിൽ ആകെ സ്വീപ്പാവും. മണമുള്ള കൺഫേർട്ടിലിട്ട് മുക്കിയിട്ടാൽ മതി. ഇതെന്തോ ഇത് നോക്കൂടോ, ഇതിന് മറ്റേ സാധനമില്ലല്ലോ, ടാപ്പിന്റെ മുകളിൽ തന്നെ. ഇന്നലെ നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് മാറ്റണടാ, അത് പഴകിക്കണത് അടാ. ഇത് കണ്ടത് തുറന്നോ ഇത് ഓവർ പണ്ടിക്കാൻ പറ്റില്ല, സ്വീപ്പാവും. പുതപ്പ് അവനാൻ തന്നെ തിരുമ്പ. അതാണ് ഇത് കുറച്ച് പണിയെടുക്കണത് ഭയങ്കര കട്ടിയാണിത്. ഒരു കഥ പാടാണ്. വെള്ളം നിറയട്ടെ അത്. ഇനിയിപ്പോൾ അമ്മ എവിടെയെന്നൊക്കെ ചോദിക്കും. അമ്മ മറ്റേ ഇവിടെ പോയതാണ്, ഹെൽത്ത് സെൻ്റർ. അതാണ് ഹെൽത്ത് സെൻ്റർ പോയതാണ്. ഹെൽത്ത് സെൻ്റർ പ്രഷറും ചോറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് പരിപാടി. അയ്യോ, ഇതിപ്പോൾ ഒരു കൊല്ലത്തെ ചളി ഉണ്ടാവും തോന്നുന്നുണ്ട് ഇതിൽ. 1.5 കൊല്ലത്തെ അന്ന് ഇന്ത്യക്കാരെ കയ്യിൽ നിന്ന് പേശി വാങ്ങിയതാ 2 ഡബ്ബ. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ സംഭവം. അപ്പോൾ ഏതായാലും വെള്ളം നിറയട്ടെ. വെള്ളം നിറയട്ടെ. ഇപ്പോൾ അതാണ് പരിപാടി. കൺഫേർട്ട് വെള്ളം നിറയട്ടെ. വെള്ളം നിറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഏകദേശം വെള്ളം നിറയാറായിട്ടാ. അപ്പോൾ അതിന് പണി തുടങ്ങട്ടെ. ഈ പണി തുടങ്ങണം നമ്മൾ. ഇതെങ്ങനെ എടുക്കുക? മൂടിയിലെടുത്തിട്ട് അതിൽ ഒഴിച്ചാൽ മതി, ഒരളവിലെടുത്താൽ മതി. മതിയിരിക്കും അല്ലേ? പെട്ടെന്ന് പണി തീർക്കാം. വെയിലിട്ട ഇത് സംഭവം എന്താണ്ടാവാൻ പോകുന്ന അറിയാം. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെയിലാണ്ട് പോയി മഴക്കാറാന്നുണ്ടെങ്കിൽ ഭൂമി തിരിച്ചിരിക്കുക. പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഈ വെയിൽ കണ്ട് ചെയ്യാൻ തുടങ്ങിയാലേ പെട്ടെന്നാണ് മഴക്കാർ കൊണ്ട് വന്ന് മൂടുക. പണി തുടങ്ങട്ടെ. ഇത് മറ്റേ പഞ്ചാബ് ബേസ്മാതിരി നല്ല മണം കിട്ടാ. നല്ല ചളിയേ. ഞാൻ എൻ്റെ കൂടെ എടുത്തോണ്ടെന്നാലോ? ആണ്ട് എൻ്റെ ആകുമ്പോൾ തിരുമ്പി കിട്ടുന്നത്. ഇത് കുറച്ച് പണിയാണ്. മണ്ട നോക്ക്. പണിയെടുക്കുമ്പോൾ തണയിൽ നോക്കി പണിയെടുക്കരുത്, മണ്ടൊക്കെ പൊളിയും. അത് മൊത്തമായിട്ട് മുക്കിയുണ്ടാവും. ആ പുറത്തിൻ്റെ ഒരറ്റം ഇങ്ങനെ മുക്കി നനച്ചിങ്ങനെ കൊണ്ടുവരണമായിരുന്നു. നനഞ്ഞപ്പോൾ നല്ല വെയിറ്റ് ഇല്ലേ? താഴെ പോയിട്ട് കസാര എടുത്തോണ്ടിരണം, അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി. ചളി പണിയെടുക്കണ്ടേ? തലയ്ക്ക് നല്ല അടിയായിട്ട്. അത് പൊന്തി മുകളത്തെ അത് ശ്രദ്ധിച്ചില്ലായി. ബ്ലഡ് വന്നാ? ഇല്ല. ഇത് നമ്മൾ നല്ലൊരു ഇത് ശരിക്കും ഇങ്ങനെയല്ല ക്ലീൻ ചെയ്യേണ്ടിയിരുന്നു. ഓരോ രുചി പറഞ്ഞിട്ട് ഓരോരോ തല വെച്ചിട്ട് ഇതിനി പൊക്കണമെങ്കിൽ ട്രെയിനൊക്കെ വിളിക്കേണ്ടിയിരുന്നു. കുറച്ച് നേരം പുതിർന്ന് നടക്കട്ടെ. ഇവിടുത്തെ വെയിൽ ഞാൻ കാണിച്ചു തരാം. കണ്ട, ഈ വെയിൽ പോകണേക്കായി മുന്നേ ഇട്ട് ഉണക്കണം. നമ്മളവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്ത ടാങ്ക് കേട്ടോ, മുന്നത്തെ. അപ്പോൾ ഇവിടെ ഇട്ട് ഉണക്കണം. അപ്പോൾ വെയിൽ എന്ന് പറഞ്ഞാൽ അപാര വെയിലാണ്. സഹിക്കാൻ വയ്യ. അപ്പോൾ ഏതായാലും വെള്ളത്തിൽ കുറച്ച് നേരം പുതിർന്ന് നടക്കട്ടെ. അപ്പോൾ ഞാൻ അടിയിൽ പോയി കസാല എടുത്തോണ്ടിരാം. കസാലിൻ്റെ മുകളിൽ നമുക്ക് ഇട്ടാണ്ട് വിരിച്ചിട്ടാൽ മതിയേ. ഇതിപ്പോൾ എന്തിനാ ചെയ്തതാണ്? ഇതൊക്കെ നോക്കിയിട്ടാണ്. അത് ഞാൻ അന്ന് വെച്ചതാണ്. കുറേ മഴയും കൊണ്ട് കുറേ വെയിലും കൊണ്ട് ഏകദേശം ഇങ്ങനെയായി. വിറകാക്കി ബാക്കിൽ അടുപ്പുണ്ടാക്കിയല്ലേ, താഴത്തേക്ക് ഇട്ട് കൊടുക്കണം. അത് ഏതായാലും ഒന്നുകൂടി കിടന്ന് ഉണങ്ങട്ടെ. ഇനി ഉണങ്ങാനില്ല, ഇനിയൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ ഇത് മനസ്സിലാവും. ഇതിലല്ലേ വേറെ പൂച്ചുണ്ടെന്നൊക്കെ പറയുന്നത്? അത് എടുത്തോണ്ടായി ഉണ്ടായോ? അയ്യോ. അപ്പോൾ മൂപ്പരാൾ ആ പണി ചെയ്യുമ്പോൾ തന്നെ ഞാൻ താഴെ പോയിട്ടേ കസാല എടുത്തോണ്ട് വരാട്ടാ. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴുള്ള സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോഴുള്ള സംഭവ ബഹുലങ്ങളാണ് കേട്ടത്.
അടിയിൽ പണി നടന്നുകൊണ്ടിരിക്കണില്ല, അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. എന്താ എൻ്റെ പണി സാധനങ്ങൾ മൊത്തം സ്റ്റെയർ കേസിലാണ് കഴിഞ്ഞതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. രണ്ട് കസാല തപ്പണം, പൊക്കണം. അപ്പം ഇനി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ സെറ്റാക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസാല ഇത് അപ്പോൾ കസാല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായിന്നൊന്ന് പോയാക്കട്ടെ. ഒരാളവിടെ ഭയങ്കര പണിയില്ല. എന്തായി? ഏകദേശം തമർത്തി. ഇപ്പോൾ ഒന്നും നോക്ക്, തല അടച്ച് മുട്ടല്ലേ. എക്സസൈസൊക്കെ ഇപ്പ് തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ഇതാണ് കാണുന്നുണ്ട്. നനഞ്ഞപ്പോളേ നല്ല കനം. അപ്പോൾ ഞാൻ കൂടെ ഒന്ന് പോയി സഹായിച്ചു കൊടുക്കട്ടെ. നല്ല ചളി പോകണ്ടല്ലോ. നിങ്ങൾ പമ്പിക്കേണ്ടി വരും. കുറച്ചായി. ഇതെന്താ പുതപ്പ് ഗോസടിയാ? ഇത് ഡ്രൻസിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയാണ്. 1000 പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കിട്ടിയതാ. അയ്യോ, അത് മാറ്റണം. കൊണ്ടുവന്ന് വെച്ചിരുന്നു, അത് ഞാൻ എവിടെ വെച്ചെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ അങ്ങോട്ടോ ഒന്നാമത് ഇത് വെയിലുണ്ടിട്ടാണ് ഇങ്ങനെ ആവണത്. എനിക്ക് തോന്നുന്നു സ്റ്റീലിൻ്റെ എന്തിനെ കൊണ്ടുപോയിക്കേണ്ടി വരും. നല്ല വെയിറ്റ് ഉണ്ടല്ലേ. നല്ല ചളി വെളുത്ത് സംഭവം കറുപ്പിക്കണതേ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 2 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ഈ പണിക്ക് നിന്നുണ്ടെങ്കിലേ ഊരോടിക്കും. ഇത് നമ്മൾ നാക്ക് ഉണ്ട്, ആ നാക്കിൽ പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വല്ല ഇത് വരില്ല. ഈ നാക്ക് അറിയാതെ വെറുതെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതാവും. അത് ഏതൊരു പണി അങ്ങനെയാണ്. ഏതൊരു പണിക്ക് നാക്ക് ഉണ്ട്, ആ നാക്ക് എടുത്ത് കഴിഞ്ഞാലേ റിസ്ക് ഉണ്ടാവില്ല. അതൊക്കെ ഇത് കഴുകണ പണിയായാലും അല്ലെങ്കിൽ കുളത്തിപ്പിടുത്തവും അവിടെ വേദന ഉണ്ടൊക്കെ. ഇപ്പം മഴക്കാലൊക്കെ ഉണ്ട്. അപ്പോൾ ടാങ്കൊക്കെ ക്ലീൻ ചെയ്യുക. സൂപ്പൻ. ഇവിടെ എല്ലാവർക്കും വയ്യാതെ ആകെ സൈഡായിരുന്നു. അത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ആരും കയറി വെക്കൂല, വെള്ളം അടിച്ചിട്ട് ഉപയോഗിക്കുക. ഒന്നാമത് കിണറൊക്കെ കലങ്ങി കിടക്കും. അപ്പോൾ ആ ചതവ് അടിച്ച് കയറ്റാൻ മതി. എനിക്കാണെങ്കിൽ തലവേദന ഭയങ്കര പ്രശ്നമാണ്. ഇത് ഞങ്ങൾ ചെയ്യണമാതിരി ചെയ്യരുതിട്ടാ. ഇതൊക്കെ ഒരു നാക്കിൽ നിങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്നുള്ള 2-3 ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ. വെറുതെ റിസ്ക് എടുത്തിട്ട് ഊരൊടിക്കാൻ നിൽക്കണ്ട. നല്ല കുതിർന്നില്ലേ? കസാല വെച്ചിട്ട് വിരിച്ചിടണം അല്ലേ? അത് ഇതൊക്കെ തിരിക്കേണ്ടി വരുമോ? ഇത് ഡബിൾ കോട്ടല്ല, ട്രിപ്പിൾ കോട്ട തോന്നുന്നു. ഞാൻ സൈഡ് പിടിക്കാം. നല്ല പിഞ്ഞ നല്ല കൈമ്മ ചുറ്റിപ്പിടി. മൊത്തം പോവില്ല, മൊത്തം കൈയിൻ്റെ ഇത് കുഴ തെറ്റിപ്പോവും. മാക്സിമം എത്ര പിഴിഞ്ഞെടുക്കാൻ പറ്റും അത്രയും പിഴിഞ്ഞെടുക്കുക. ബാക്കി പിന്നെ ഇത് ഉറ്റി പോയി പോകും. ഞാൻ അടുത്ത് ഞാൻ ഷോൾഡർ വെക്കുക. നിങ്ങളല്ലേ ഇങ്ങനെ 2 ആൾക്കാരുണ്ടെങ്കിൽ നല്ല സുഖമാണ്. 3 ആൾക്കാരുണ്ടെങ്കിൽ അത്ര സുഖമാണ്. കാരണം ആ ഭാഗം പിടിക്കാൻ ഒരാളുണ്ടെങ്കിലേ. പക്ഷെ ഇത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ സാധനം ഇതിലേക്ക് ഇപ്പം തന്നെ ഊരേൻ്റെ പണി ഇറങ്ങി. നട്ടാ വെയിലത്തല്ലേ. ഓക്കെ, കസാല വിരിച്ചിട്ടാണ്. ഏതായാലും പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ടുണ്ട്. നമുക്ക് വിരിച്ചിടാട്ടാ. അപ്പോൾ പണി തുടങ്ങട്ടെ. എടുത്തോ. ഇത് എടുക്കാം. എപ്പോഴും തീർക്കാം കേട്ടോ. ഇത് മറന്നു പോകും. ഇത് സാധനമൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങളും അതേമാതിരി കൊണ്ടേക്കണം. വെള്ളം വെക്കില്ലേ? അവിടെ എവിടെയാണ് അവിടെ? എടാ ഈ കസാരൊക്കെ ഇതാവുമോ? കസാല ഇതിൻ്റെ മുകളിലല്ല, അടിയിലല്ലേ വരിക. അല്ലെങ്കിൽ ഇതുമാതിരി ഔട്ട കസാല പണ്ടിങ്ങനെ ചെയ്തിട്ടാണ് ഈ കസാര ഈ ഭംഗിയായത്. പണി എന്ന് പറഞ്ഞാൽ വെയിൽ പോകുമ്പോൾ ഇതൊക്കെ വിരിച്ചിടണം. അത്യാവശ്യം സ്പേസ് ഉണ്ട്. എന്തായാലും
അമ്മോ കുറച്ച് അടുപ്പിച്ചത് കസേര ഒന്ന് അടുപ്പിക്കണം. ഇനി വെള്ളം ഇറ്റി പോയിക്കോളേ. വെള്ളം ഇറ്റി പോകും. അവിടത്തെ അത് ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മൾ വിരിച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണേ. കണ്ട ഇനി ഇത് വന്നുകാണ്ട് മറച്ചിടണം. ദോശ മറച്ചിടണ മാതിരി ഇനി മറച്ചിടണം വന്നിട്ട്. ഇതിങ്ങനെ പോവില്ല. അപ്പോൾ അത് ഞാൻ അടുത്ത് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് മറച്ചിടാൻ സമയത്ത് വരാം അല്ലേ. ഇത് വേഗം ഉണങ്ങും. ഈ വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാവും. കാരണം അധികം നേരം വെക്കാനും പറ്റില്ല, നരയ്ക്കും. വെള്ളം എല്ലാം പോകണ്ട, അടിക്കണ്ട. നിലത്തോട് ടച്ച് ഇല്ലല്ലോ. വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ മാതിരി ഇത് ഇനി മറച്ചിടാനാകുമ്പോൾ വരാം കേട്ടാ. ഞാൻ ഹോസ്പിറ്റലിൽ പോയ ആൾ എത്തിക്കണിട്ടാ. ഒക്കെ ചെക്ക് ചെയ്താ? എന്തൊക്കെ പ്രഷറും ഷുഗറും? ഷുഗർ കുറവാണ്, പ്രഷർ ഒത്തിരി അധികമാണ്. അത് ഉപ്പിട്ടത് കുറച്ചുകൊണ്ട് കുറച്ചാൽ മതി. ഉപ്പിടല്ലേ, കറിയിൽ ഉപ്പ് കൂടുതലാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ. അത് കുറച്ചാൽ മതി. ആധാർ കാർഡൊക്കെ തിരിച്ചു കൊണ്ടുവന്നാ. ഓക്കെ, നമ്മള് മറച്ചിടാൻ വേണ്ടി വന്നിരിക്കുക കേട്ടാ. വെള്ളം ഉണ്ടല്ലേ. ഉണങ്ങുന്നുണ്ട്. ഈ സൈഡ് ഭാഗം മാത്രമേ ഉണങ്ങാത്തത്. എനിക്ക് തോന്നുന്നു വല്ല പായലൊക്കെ വിരിച്ചിടേണ്ടി വരുമോ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോകും. ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതായാലും ഇനി ഇത് മറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞത് പിന്നെ പഞ്ഞിക്കെട്ടാണ്. അല്ലേ, സുഖമായിട്ട് കൊണ്ടുപോകാം. വലിയ കാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് നല്ല വെയിറ്റ് ആയിരിക്കും. എനിക്കെന്താ ഡ്യൂട്ടിക്ക് പോകാൻ ടൈം ആയതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം ഇത് മറച്ചില്ല. ഞാൻ ഏകദേശം ഒരു ഫുഡ് കഴിക്കാൻ 2 മണിയൊക്കെ ആകുമ്പോൾ വരാം. അതിൻ്റെ മുന്നേ ഇതൊക്കെ ഉണങ്ങും. ഇങ്ങനെ എടുത്ത് വെക്കാനുള്ളൂ. അമ്മയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയൊക്കെ വന്നിട്ടുണ്ട്. അമ്മേനെ ഇതിലേക്ക് എടുത്തിട്ട് കാര്യമില്ല, വെറുതെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നടന്നു വന്നപ്പോൾ തന്നെ സൈഡ് അയക്കുന്ന ആള് ഒന്ന് കടന്നോട്ടെ. ഇത് മറച്ചിട്ടാൽ മതി. അവിടെ 2 സ്ഥലം പിടിച്ചിട്ട് ഇത് അടിഭാഗം കണ്ട് പിടി. ഉണങ്ങി കഴിഞ്ഞ പഞ്ഞിക്കെട്ടാണ്. നനഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. 2 മണി ആയിക്കോട്ടെ, എടുക്കട്ടാ. ഓ, അയലുണ്ട്, അയലുമ്പോൾ തൂക്കിയാൽ മതിയായിരുന്നു അല്ലേ. ഏകദേശം ഇത് മറച്ചിട്ടിട്ടുണ്ട് കേട്ടാ. ഇനി പോകാൻ പോയി കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എടുക്കാനുള്ളൂ. ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ കാണാണ്ടാവില്ല, അതാണ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടാ. അപ്പോൾ ബൈ. അപ്പോൾ പറഞ്ഞ മാതിരി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.